ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൻ ചതിച്ചത് നമ്മളെ ആരെയല്ല, നെല്ലിശ്ശേരി സേതുമാധവൻ എന്നാ എന്റെ അച്ഛനെയാ. അവളുടെ കാറിന്ന് പിടിച്ചിറക്കി 4 കൊടുക്കാറുന്നില്ല ഏട്ടന്. ഇത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയോ. സന്ദീപിന് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റത്തിന്റെ എല്ലാം പിന്നില് അവരായിരിക്കും കാരണമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഈ ചതി അവൻ നമ്മളോട് കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നേക്കാൾ കൂടുതൽ മനസ്സിൽ അവളോട് ശത്രുത കൊണ്ട് നടന്നവനവൻ. ഇപ്പോ അവളുടെ മുഖത്ത് നോക്കി അവൻ എങ്ങനെ ചിരിക്കാനും സംസാരിക്കാനും പറ്റുന്നു. അവള് കാറിലിരിക്കുമ്പോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവൻ എങ്ങനെ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നു. അവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം അവൻ എങ്ങനെ തൊണ്ടയിൽ താഴോട്ടിറങ്ങും. അച്ഛന്റെ ആത്മാവ് അവനോട് ഈ ജന്മം ക്ഷമിക്കില്ല. നമ്മുടെ അച്ഛന് ഇങ്ങനൊരു മകൻ ഇല്ലാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഈ കുഞ്ഞിന് ഇത്രയ്ക്ക് ബുദ്ധിയും വിവരം ഇല്ലാതെ പോയാലും എന്റെ ഈശ്വര. ബുദ്ധിയും ബോധവും ഇല്ലാതായി പോയതല്ല, അത് കൂടിയതിന്റെ കുഴപ്പമായത്. ഇനി മുതൽ അവനെ അനിയനായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല. നമ്മുടെ ശത്രുവിന്റെ കൂടെ കൂടുന്നത് സ്വന്തം സഹോദരനായാലും അച്ഛനായാലും അത് നമ്മുടെ ശത്രു തന്നെയാ. ഇനി അവനെ അങ്ങനെ കാണാനേ എനിക്ക് സാധിക്കൂ. എന്തൊരു നാണക്കേടാ ഇത്. എന്റെ മോളുടെ അച്ഛനാണെന്ന് പറയാൻ പോലും എനിക്ക് പറപ്പ് തോന്നുക. എന്തെങ്കിലും ഒരു ചതി പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരിക്കും അവൾ സന്ദീപേട്ടന്റെ കൂടെ കൂട്ടിയത്. അവസാനം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്ന് എന്റെ പേടി. അമ്മേ, പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്തവനല്ലല്ലോ അവൻ. അതുകൊണ്ട് തന്നെ അവളുടെ ചതിക്കുഴി പോയി ചാടിയെങ്കില് അവൻ അനുഭവിക്കട്ടെ. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. തീരും, ഇതോടെ എല്ലാം തീരും. ആ കോന്തം വക്കീലിനെ മാറ്റി വേറെ നല്ല വല്ല വക്കീലിനെ വെക്കണം. അഡ്വക്കേറ്റ് ആരതിക്ക് മുന്നിൽ ഇയാൾക്കൊരു പുല്ലും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഇന്നെനിക്ക് ബോധ്യമായി. നമ്മൾ ജയിക്കുന്ന ഞാൻ ഉറപ്പിച്ച കേസായത്. ഒറ്റ ദിവസം കൊണ്ട് അവളത് മാറ്റിമറിച്ചു കളഞ്ഞു. എന്റെ പ്രതീക്ഷ മുഴുവൻ തകർത്തു. അവളെങ്ങനെ നമ്മുടെ വക്കീലായിരുന്നെങ്കിലേ ഈ കേസ് നമ്മളിന്ന് ജയിച്ചേനെ. കോടതിയെ കൊണ്ടൊരു അന്വേഷണ കമ്മീഷനെ വെപ്പിച്ചതും അവളുടെ കൂർമ്മ ബുദ്ധിയാ. ആ കമ്മീഷന്റെ റിപ്പോർട്ട് നമുക്കെതിരായ നെല്ലിശ്ശേരി സേതുമാധവന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും.